ഹലോ അവിനാഷ്, ഓവർ. ആൻഡ് ഓവർ. ഗുണ്ട റെഡി. പൂമ്പാറ്റ ഗിരീഷ്. എന്താടാ കാലത്ത് തന്നെ സ്കൂളൊന്നുമില്ലേ? ഇന്ന് ശനിയാഴ്ച ലീവാ. ലീവാ? ആ ഗിരീഷ് ഏട്ടാ, ഈ ചെറിയ ഡിക്കോട്ടേഷനൊക്കെ പിടിക്കൂ? പിടിക്കും. ഞങ്ങളിപ്പോ ഒരു ചേഞ്ചിന് ചെറിയ പണികളെ പിടിക്കാറുള്ളൂ. തടാ, ആർക്കാവശ്യം? അതൊരു സാറിനടിക്കാനാ. വളരെ നല്ലത്. ഇതിപ്പോ കോളേജ് പിള്ളേരൊക്കെ കൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിയ കൂടിക്കെട്ടേ. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ. LP UP. ഓർഡറാ ഓർഡറാ. രാവിലെ മനുഷ്യന്റെ ഉറക്കങ്ങൾ കൊട്ടേഷൻ. കാലം പോയൊരു ഓക്കെ. നേരം വെക്കോ നിന്റെ പരിപാടി? അയ്യോ, എന്താടാ? എടാ, നിന്നെ പോലെ വേലയും കൂലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് പൊതുവായിട്ടുള്ള എന്താണെന്നറിയോ? നിന്നെ പോലെ ജോലിയും കൂലില്ലാത്ത കൂട്ടുകാർ. പിന്നെന്താ? അതല്ല, ഇതുപോലെ ഒരിക്കലും നടക്കാത്ത പ്രേമം. നീ ഇവളുടെ പുറകെ നടന്ന് കുരഞ്ഞ് നാളെ ഇവളെ ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ വന്ന് കെട്ടി അവളുടെ കല്യാണത്തിന് പോയി നമ്മൾ രണ്ടും സദ്യയുണ്ട്. അവസാനം അവളുടെ ഫസ്റ്റ് നൈറ്റിന് അതെ, ഇതിനുള്ള പകരം വീട്ടുന്നതേ എന്റെ അവളുടെ കല്യാണക്കുറി ഉണ്ടായിരിക്കും. നോക്കാം. കല്യാണക്കുറി ഈ വീടിന്റെ മോന്തായം ദ്രവിച്ചിട്ട് മാറ്റി വയ്ക്കാൻ പറ്റാത്തവനാ കല്യാണക്കുറി കൊണ്ടുവരുന്നത്. ചെറുക്കനെ വഷളാക്കാനായിട്ട് അവന്റെ കൂടെ അങ്ങനെ തള്ളയുടെ ആട്ടുതുപ്പ് നിൽക്കാൻ പോണത് മടുത്തു. മാറിയിരുന്നൂടെ? ഇടിച്ചിട്ടാനേ ഇപ്പം സ്വാതന്ത്ര്യം കിട്ടി അന്നോട്ടുള്ള ഇരിപ്പാ. വീട് കൂടിയൊന്നുമില്ലേ? കുടിയുണ്ട് പോണേ. ചേട്ടാ, നാളത്തെ കേരളം വേണോ? കേരളം ആർക്ക് വേണം? അമേരിക്ക ഉണ്ടോ? രാവിലെ എണീറ്റ് ജോലിയും ചെയ്ത് നടക്കുക. വന്നിട്ടുണ്ടല്ലോ ഗിരീഷേ, പറ്റുകറയായി. കാശിന്റെ കാര്യൊക്കെ അമ്പ്രസ് നോക്കുന്നേ. അപ്പൊ സാർ എന്തിന്റെ കാര്യമാണാവോ നോക്കുന്നത്? ഞാനാണല്ലോ മൊത്തത്തില് അല്ലേ. ഇവന്മാരുടെ ഓട്ടോ വല്ല ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് പരിശോധിക്കണം. പച്ചവെള്ളം ഒഴിച്ചാണ് ഓടിക്കാൻ സംശയമുണ്ട്. ഒരു പണിയും കൂലി രണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളൂ. ഇവന്മാര് രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാള് വിശുദ്ധ അംബ്രോസ് എന്ന ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. വിശുദ്ധ അംബ്രോസ് നല്ല പേര്. വീന്നുള്ളത് അവരുടെ വീട്ടുപേരാ. വിരുപ്പമറ്റെന്ന അവരുടെ ശരിക്കും പേര്. നാട് കാണിനെ പറ്റിച്ചു. കുറിച്ചെന്താണോ അവനിതെവിടെ? എവിടാ കള്ളപ്പന്നി? ഞാൻ അവനെ കഴിഞ്ഞ വർഷം കണ്ടതാ. കൊള്ളം പറയുന്നോടാ പന്നി. സത്യം പറയടോ, എവിടവൻ? കൂടെ കൂട്ടിയിട്ട് എനിക്കിട്ട് തന്നെ പണിയുന്നു. ഗിരീഷേ, എല്ലാവന്മാരും വേണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ഈ ഏർപ്പാടിന് കൂടെ കൂട്ടിയത് നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നല്ലപോലെ നോക്കിയും കണ്ടു നിന്നാ നിനക്ക് പതുക്കെ പതുക്കെ രക്ഷപ്പെടാം. കേട്ടാ? എന്ന് ചവിട്ടി വിട്ടു. ശരി സുഖു. എന്താടാ? ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. സുഖു, ഒന്നും വിചാരിക്കരുത് ചേട്ടാ. നമ്മൾ എത്ര കാലാണ് സൈമൺ സാറിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 5-6 കോടിയുണ്ട്. ലൈഫ് സെറ്റിൽ ആവാനേ അത് മതി. നിന്നോട് പറഞ്ഞാൽ നീ കാശടിച്ച് മാറ്റാനോട് സമ്മതിക്കില്ല. ചതിയാവൊന്നും വിചാരിക്കരുത് കേട്ടാ. നല്ല മുട്ടം പണിയറാവുന്ന പിള്ളേരാ. ഒന്ന് മുട്ടി നോക്കുന്ന ഒന്ന് മുട്ടി നോക്ക്.
അധികം സമയം കളയാനില്ല. കാശിന് വെയിറ്റ് ചെയ്യുന്നവരെ പിണക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് തുടങ്ങല്ലേ? അതൊക്കെ അവന്റെ നമ്പറാ, പോയി അടിച്ചോ. ചിരിച്ചോണ്ടിരിക്കുന്ന എന്ത് കാണാനാണ് ഇതിനകത്തിരിക്കുന്നത്? ഇറങ്ങി ഓടാ. എന്റെ മൊബൈലും പോയി, എന്റെ ജീപ്പിന്റെ ഗ്ലാസും തകർത്തു. ചതിയൻ. അവനോട് പറഞ്ഞേക്ക് എന്റെ നഷ്ടം തീർക്കാതിരുന്നാൽ അവനെ പങ്കായത്തിനടിച്ചു കൊല്ലുന്നു. കൊല്ലണം ചേട്ടാ. ചേട്ടാ ഒരു മോതിരം എടുക്കണ്ട്. ഒന്നും നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുതെന്ന്? അതെന്തിനാന്ന് മനസ്സിലായോ? എടാ നീ എന്ത് ചെയ്താലും ഇടി ഞാൻ കൊള്ളണം. നീ എന്നോട് പറഞ്ഞിട്ടാ ചെയ്യുന്നെങ്കിൽ എന്തിനാ ഇടി കൊള്ളുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ? ഇനി അവന്റെ കാശ് എങ്ങനെ കൊടുക്കും? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാണോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഓരോരുത്തരായിട്ട് പിഴയും. നീ നോക്കിക്കോ. അവന്മാരുടെ ഒരു ഫുട്ബോൾ കളി. ഇതിങ്ങോട്ട് തന്നെ. നീ ആദ്യമായി വന്നൊരു കാര്യം ചോദിച്ചിട്ട് അത് ചെയ്തു തരാതിരുന്ന കാര്യം ഓർത്തപ്പോൾ നിന്റെ ഗിരീഷ് ഒരു വിഷമം. നീ അവരോടത് ഏറ്റെന്ന് പറ. പിന്നെ ഒരു 5000 രൂപ ചെലവ് വരുന്നു പറഞ്ഞു. 10,000. അതെ 10,000. നീ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ തരുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ്. 10,000 bucks? എന്റെ കയ്യിൽ അത്രയും ഒന്നുമില്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കാശെല്ലാം കൗണ്ട് ചെയ്താലും അതിന്റെ പകുതി കാണില്ല. കൗണ്ട് ചെയ്യുന്ന സമയമില്ലേ, ഗിരീഷേട്ടന് ഭയങ്കര തിരക്കുള്ളതാ. നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോ ഗിരീഷേട്ടന്റെ മനസ്സ് മരുന്നൊക്കെ വരും കേട്ടോ. ആ ഭയങ്കര തിരക്കുള്ള ഗുണ്ടയാ. പുതിയ iPhone 6 Plus മതിയൊന്ന് ചോദിക്കും. 6+ ഐഫോണാ? പാട്ട് പാടിയ മീൻ വരും. ഗിരീഷേട്ടാ ആനിമരിയെ പുതുപുത്തൻ ഫോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഫോൺ. നീ ഈ ഫോൺ കണ്ടാ? ഇതിനകത്ത് ആകെ വിളിക്കുന്ന കസ്റ്റമർ കെയർന്നാ. പിന്നെ എനിക്ക് എന്തിനാടാ വേറെ ഫോൺ? അയ്യോ ചേട്ടാ, ആനിമരിയുടെ പപ്പ സമ്മാനം കൊടുത്ത പുതുപുത്ത ഫോൺ അത്. 19,000 രൂപ മുതലാ. അത് വേണ്ടെന്നാ. എത്ര? 50,000. എന്നാ നീ അത് മേടിച്ചോണ്ട് പോടാ. അതെനിക്ക് തരില്ല. അത് നാളെ ഗിരീഷേട്ട അവളുടെ വീട്ടിൽ പോയി തന്നെ വാങ്ങണം. കാരണം ആ മാഷിനെ അടിച്ചിട്ടേ എന്തോ ഇംഗ്ലീഷിൽ പറയാണ്ട്. ഇംഗ്ലീഷിലാ? നീ ചെല്ലളിയാ. നല്ലൊരു 1.5 ഗുണ്ടയായിട്ട്. മാറി നിക്കടാ. ചേട്ടനാണോ ഈ പൂമ്പാറ്റ ഗുണ്ട? യെസ്.
अरे फोन गया साला. അപ്പൊ ഇതാണ് ഐഫോൺ. ഡേവിഡ് സാറിനെ ഇടിക്കണം. क्या? ഇടികൊണ്ട് ഡേവിഡ് സാർ നിലത്ത് വീണ് കിടക്കുമ്പം അയാളുടെ നെഞ്ചില് കാല് വെച്ചിട്ട് ദിസ് ഇസ് ഫോർ ആൻ മരിയ യു സ്റ്റുപ്പിഡ് മങ്കി ഫേസ് എന്ന് പറയണം. ഇടികൊണ്ട് ബോധം പോയാൽ പറയണോ? അല്ലേ വേണ്ട, ഒരു കടലാസിലിങ് എഴുതി തന്നേക്ക്. അടിക്കുന്നതിന് മുന്നേ അങ്ങ് പറഞ്ഞേക്കാം. എഴുതിയും വെച്ചിട്ടുണ്ട്. കൂട്ടക്ഷരാണല്ലോ. കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ആൻ മരിയ. ആൻമരിയ. നോക്കിക്കോ, ഇന്ന് തിങ്കളാഴ്ച, നാളെ വൈകുന്നേരം അടിപൊട്ടിയിരിക്കും. ഇനി അവൻ എഴഞ്ഞെഴഞ്ഞായിരിക്കും സ്കൂളിൽ വരുന്നത്. ഓക്കെ? ഗുണ്ടാഹും ഗുണ്ടാ. Deal done. Over and out. എടാ, പറഞ്ഞു കേട്ടത് പ്രകാരം ഇതൊരു 55,000 രൂപ വരും. സുഖൂനൊരു 30. ഓക്കെ. ബാക്കി എന്ത് ചെയ്യൂടാ? എടാ, ആ ഇതിന്റെ പുറകിലത്തെ സീറ്റ് എന്തായാലും ഒന്ന് മാറ്റണം. എടാ, അത് ഓൾറെഡി മാറ്റിയിട്ടല്ലേ കിടക്കുന്നേ? അതല്ലടാ, നന്നാക്കണം, പുതിയത് ഇടണം. എടാ, നന്നാക്കിയാ പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടേണ്ടി വരില്ലേ? നീ റെഡി ആണെങ്കിൽ ഞാൻ റെഡി. ഓ വേണ്ട വേണ്ട, ആൾക്കാർ ഓട്ടം വിളിച്ചാൽ പണിയെടുക്കേണ്ടി വരും. അതാണ്. ഏതായാലും ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ കടക്കാരൊക്കെ തീട്ടപ്പുറത്ത് ഈ ഈച്ച പൊതിയുന്നവരെ നമ്മളെ വന്ന് പൊതിയും. എടാ, ചക്കരയ്ക്ക് ചുറ്റും വല്ല മണിയനുറുമ്പുകൾ എന്നൊക്കെ പറ. മറിയയുടെ ഐഫോൺ, മറിയയുടെ ഐഫോൺ. ഗിരീഷ് എവിടെ നിന്നിട്ടത്? മാമന്റെ മോൻ തന്നതാ. മാമന്റെ മോനാ? എന്റെ ഇവന്റെ മാമന് മോൻ ഉണ്ടായിക്കൂടെ? അല്ല, നീ വില പറടാ. സംഗതി കേട് ഫോണൊക്കെ ഉണ്ടോ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഗിരീഷേ, ഇത് കൺട്രിലൊക്കെയാണ്. ഇതുണ്ടോ സ്പൈഡർമാന്റെ ഫോട്ടോ ഉണ്ടോ? ഇത് അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ? അത്യാവശ്യം ഉണ്ടെങ്കിൽ കാനഡയിലൊക്കെ വിളിക്കാം. അപ്പൊ ഇതിനൊന്നും കിട്ടൂലേ? ഇതിനൊന്നും കിട്ടൂല ഭായി, ഭയങ്കര ഇത്. അയ്യോ, വേണമെങ്കിൽ ഒരു 2,000 രൂപ വരാം. 2,000? അല്ലെ വേണ്ട, നിങ്ങൾ ഇത് എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാം ബ്രോ. ഇത് വെച്ച് കഴിഞ്ഞാൽ വിറ്റുപോല സാധനം. കിട്ടുന്നത് വാങ്ങാം. ഇത് മാറ്റി വാങ്ങാൻ വീട്ടിൽ ചെല്ലുന്ന കാര്യം അത് ആലോചിക്കേ വേണ്ട. ആരെങ്കിലും കണ്ടാ പിന്നെ പെരുന്നാൾ ഇടിയിടിക്കും. ഒരു കാര്യം ചെയ്യ്, നീ ആ 2,000-ന്റെ കൂടെ 1,000 കൂടെ കൊടുത്താ ഇത് വെക്ക. 1,000 കൂടി എടുക്കും. അതിന് എണ്ണൊന്നും വേണ്ട. സാബു 2,500 മതി. അത് മതി വെച്ചു. അത് മതി, കിട്ടിയ ഒന്നും കിട്ടൂലോ. അതാണ്. നീ വാ പോ. ശരി, നിന്റെ കട മുടിഞ്ഞു കൂടാ. iPhone 2,500 रुपये मिलेगा? പോയാ നീ വധൂരിക്ക് എന്താന്ന് വെച്ചെടുത്ത് കൊടുത്തടാ. എൻ്റെ അടുത്ത കളി